പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഏകാധിപത്യ ജനവിരുദ്ധ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ വിധി എഴുതിയ ഒരു തെരഞ്ഞെടുപ്പിലൂടെ 102 സീറ്റിന് നേടി അധികാരത്തിൽ വന്ന വി ഡി സതീശൻ സർക്കാർ ഈ കഴിഞ്ഞ ദിവസം 1 മാസം പൂർത്തിയാക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, ആ 1 മാസത്തിനിടയിൽ ഈ സർക്കാർ വിപ്ലവകരമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ 50% സ്ത്രീകളുടെ ജീവിതത്തിൽ അവരുടെ ചലനാത്മകതയിൽ വലിയ മാറ്റം, വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം വരുത്തുന്ന ഒരു തീരുമാനമായിട്ടുള്ള സർക്കാർ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അത് ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. അത് വിപ്ലവകരമാണ് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ആശാ പ്രവർത്തകർക്ക് അവരുടെ വേതനം വർദ്ധിപ്പിച്ചത്, കേരയിൽ എന്ന് പറഞ്ഞ പദ്ധതി വേണ്ട എന്ന് തീരുമാനിച്ചത്, നവീൻ ബാബു എന്ന ADMൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം CBIക്ക് വിട്ടത്, രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചിട്ട് ഉള്ള അന്വേഷണം, കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം, അങ്ങനെ ഒരു പിടി കാര്യങ്ങൾ, വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ വി ഡി സതീശൻ സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഈ ഏകാധിപത്യ ഭരണം പോകാൻ രാവും പകലും മുഖമില്ലാതെ പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് ആളുകളെ സംബന്ധിച്ചും അവരോടൊപ്പം ഒരുവനായി നിന്ന് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകരായ എന്നെ സംബന്ധിച്ചും അഭിമാനകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ഞങ്ങളുടെയും കൂടി സർക്കാരാണ് ഈ സർക്കാർ, UDFൻ്റെ മാത്രം സർക്കാരല്ല. അതുകൊണ്ട് ഈ സർക്കാർ നേർവഴിക്ക് പോകേണ്ടത്, അഴിമതിരഹിതമായി മുന്നോട്ട് പോകേണ്ടത്, ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിക്കാതിരിക്കേണ്ടത്, ജനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ജനകീയമായിട്ടുള്ള നടപടികളെടുത്ത് മുന്നോട്ട് പോകേണ്ടത് UDFനെ ഈ സർക്കാരിനെ നയിക്കുന്ന UDFനെ സംബന്ധിച്ച് മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആ നിലയിൽ ഒട്ടേറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ചെയ്ത ഒരു സർക്കാരാണ്. ആ സർക്കാരിനെ അഭിനന്ദിക്കുന്നതിന് യാതൊരു മടിയും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ച സാഹചര്യത്തിൽ ഈ സർക്കാർ നാളെ ഹൈക്കോടതിയിൽ നേരിടാൻ പോകുന്ന ഒരു വലിയ പരീക്ഷണ ഘട്ടത്തെക്കുറിച്ച് കൂടി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനും ആ പരീക്ഷണ ഘട്ടത്തെ മറികടക്കാൻ സർക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ സർക്കാരിന് ഒരു ഉപദേശം നൽകാനുമാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, നാളെ ജൂൺ 19-ാം തീയതി കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ആയിട്ടുള്ള ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ മുന്നിൽ ഒരു കോടതിയലക്ഷ്യ കേസ് വരുന്നുണ്ട്. ആ കോടതിയലക്ഷ്യ കേസിൽ സർക്കാരിൻ്റെ ഒരു മുതിർന്ന സെക്രട്ടറി കോടതിയലക്ഷ്യ നടപടികൾ നേരിടുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയം നാളെ വരാൻ പോകുന്നുണ്ട്. ആ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അഴിമതി കേസിൽ ആ കേസിൽ ഉൾപ്പെട്ട പ്രതികൾ അവർ വിചാരണ നേരിടണമെന്ന്, അവർ പ്രോസിക്യൂഷൻ നേരിടണമെന്ന് ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടും 4 തവണ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്ത സർക്കാരിനെതിരായിട്ടുള്ള ഒരു കോടതിയലക്ഷ്യ നടപടികൾ സർക്കാരിൻ്റെ ഉന്നതനായിട്ടുള്ള സെക്രട്ടറി നാളെ നേരിടുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. സുഹൃത്തുക്കളെ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഒരു സംശയവുമില്ല, നമുക്ക് പറയാൻ കഴിയും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അഴിമതി, നമ്മൾ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി ലാവ്ലിൻ കുംഭകോണമാണ് എന്നാണ് നമ്മൾ വിചാരിച്ചത്. 375 കോടി രൂപയുടെ കുംഭകോണമായിരുന്നു. പിണറായി വിജയനും കൂടി പ്രതിസ്ഥാനത്ത് വന്ന ആ കുംഭകോണ അഴിമതി. എന്നാൽ അതിനെ കടത്തിവെട്ടുന്ന കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 500 കോടി രൂപയുടെ ആ അഴിമതി കേസിൽ പ്രതികളായിട്ടുള്ള INTUസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള R ചന്ദ്രശേഖരൻ, അന്ന് കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്ന K രതീഷ് ഉൾപ്പെടെയുള്ള 2-3 പേര്, അവർ ഈ കേസിൽ പ്രോസിക്യൂഷൻ നടപടി, വിചാരണ നടപടികൾ നേരിടണമെന്ന് കേരള ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പറഞ്ഞു. പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാനുള്ള മെറ്റീരിയൽസ് ഉണ്ട് എന്ന് കേരള ഹൈക്കോടതിയും കണ്ടെത്തി. എന്നിട്ടും അവർക്ക്, ആ പ്രതികൾക്ക് പ്രോസിക്യൂഷനുള്ള അനുമതി കൊടുത്തില്ല. അത് കൊടുക്കാതിരുന്നത് ആരാണ്? അത് വളരെ നിർണായകമാണ്.
CBI അന്വേഷിച്ച കേസാണ്. 2015 മുതൽ CBI അന്വേഷിച്ച കേസാണ്. ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നത് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരനും കൂട്ടുപ്രതികളുമാണ്. എന്നാൽ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള R ചന്ദ്രശേഖരന് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിലിരുന്ന 10 വർഷക്കാലവും പ്രോസിക്യൂഷന് അല്ലെങ്കിൽ വിചാരണയ്ക്ക് അനുമതി കൊടുത്തില്ല എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവവികാസമാണ് കഴിഞ്ഞ ഒരു 10 കാലം നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതായത് CPMന്റെ ശത്രു, CPMന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായിട്ടുള്ള CITUവിൻ്റെ ശത്രു, ആ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വലിയ അഴിമതി കേസിൽ പ്രതിയാണെന്നറിഞ്ഞിട്ടും അയാൾക്ക് 10 വർഷക്കാലമായി പിണറായി വിജയൻ്റെ സർക്കാർ പ്രോസിക്യൂഷൻ അനുവാദം നൽകാതിരിക്കുന്നു. അങ്ങനെയുണ്ട്. അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് പല നടപടികൾ ഈ R ചന്ദ്രശേഖരൻ നോക്കുന്നു. അയാൾ ഹൈക്കോടതിയിൽ പോകുന്നു, അവിടുന്ന് തിരിച്ചടി കിട്ടുന്നു. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി പറയുന്നു അത് ഹൈക്കോടതി പരിഗണിക്കട്ടെ എന്ന് പറയുന്നു. ഹൈക്കോടതിയിൽ അയാൾ ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നു, ഡിവിഷൻ ബെഞ്ചും അത് തള്ളുന്നു. ഇതെല്ലാമായിട്ടും അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം LDF സർക്കാർ കൊടുക്കുന്നില്ല. LDF സർക്കാർ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതാ UDF സർക്കാരും അയാൾക്ക് പ്രോസിക്യൂഷനുള്ള അനുവാദം കൊടുക്കുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കേസിൻ്റെ നാൾ വഴികൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഈ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയോ? അഴിമതി നടന്നു എന്ന് 6 ഏജൻസികൾ കണ്ടെത്തിയ ഒരു കേസാണിത്. സംസ്ഥാന നിയമസഭാ സമിതി, സംസ്ഥാന ധനകാര്യ വകുപ്പ്, സംസ്ഥാന വ്യവസായ വകുപ്പ്, CAG, റിയാബിൻ്റെ 11 റിപ്പോർട്ടുകൾ, ഹൈക്കോടതി നിയമിച്ച എക്സ്പെർട്ട് കമ്മിറ്റി. അങ്ങനെ 6 ഏജൻസികളാണ് അഴിമതി നടന്നു എന്ന് കണ്ടുപിടിച്ചത്. ഇനി അഴിമതി നടന്നു എന്ന് കണ്ടുപിടിച്ച അന്വേഷണ ഏജൻസികൾ നോക്കൂ. 2 പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി, സംസ്ഥാനത്തിൻ്റെ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള സംസ്ഥാന വിജിലൻസും CBIയുടെ അഴിമതി വിരുദ്ധ വിഭാഗം കൊച്ചി യൂണിറ്റ്. അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ പ്രകാരം അഴിമതി നടന്നു എന്നതിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും അതിൽ പ്രതികളായിട്ടുള്ളവർ വിചാരണ നേരിടണമെന്നും പറഞ്ഞ കോടതികൾ ഏതാണെന്ന് നമ്മൾ നോക്കൂ. 1 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, 2 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. ഇത്രയും ഏജൻസികൾ അഴിമതി നടന്നു എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അൺഈക്വോക്കലായിട്ട് കണ്ടെത്തിയിട്ടും INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രതിയായിട്ടുള്ള കേസിൽ CPMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പ്രോസിക്യൂഷന് സാങ്ഷൻ കൊടുക്കുക. അപ്പം ഈ ഒരു അന്തരാള ബന്ധം എന്താണ് എന്നുള്ളത് വളരെ വളരെ പച്ചപ്പകൽ പോലെ വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? പിണറായി വിജയനും R ചന്ദ്രശേഖരനും തമ്മിലുള്ള പൊക്കിൽ കൊടി ബന്ധം, അന്തരാള ബന്ധം അവിടെ ക്ലിയർ അല്ലേ? അങ്ങനെ ആ സർക്കാർ പോയി VD സതീശൻ്റെ നേതൃത്വമുള്ള സർക്കാർ വന്നു. VD സതീശൻ്റെ നേതൃത്വമുള്ള സർക്കാർ വന്നപ്പോഴും ഈ R ചന്ദ്രശേഖരന് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് മാറിയില്ല സുഹൃത്തുക്കളെ, മാറിയില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് VD സതീശൻ്റെ അടുത്ത് ചോദ്യം വന്നപ്പോൾ VD സതീശൻ അത് വളരെ ലളിതമായി തള്ളിക്കളത്തിന് പറഞ്ഞു, ഞാനൊന്ന് ഇരുന്നതല്ലേ ഉള്ളൂ, ഞാനതൊന്ന് പരിശോധിക്കട്ടെ, ഒന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു. അതിനിടയിൽ ഈ പ്രതികൾ കേരളത്തിൻ്റെ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. ജസ്റ്റിസ് നടരാജനും ജസ്റ്റിസ് ജോൺസണും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനുള്ള അനുവാദം കോടതിക്കില്ല, അത് സർക്കാരാണ് കൊടുക്കേണ്ടത്. പക്ഷേ പ്രോസിക്യൂഷൻ അനുവദിക്കണം എന്നുള്ള നിലയിലുള്ള രേഖകൾ, മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ കോടതിക്ക് ആവശ്യപ്പെടാം പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കണമെന്ന്. കാരണം പ്രോസിക്യൂഷന് അനുമതി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അതിനകത്തുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് കോടതി അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് സിംഗിൾ ബെഞ്ച് പ്രോസിക്യൂഷന് അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞത് എന്ന് കണ്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് അത് സിംഗിൾ ബെഞ്ചിൻ്റെ നടപടി തുടരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ നിന്നും ഈ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി. ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിലേക്ക് നാളെ ജൂൺ 19 ഈ കേസ് പോവുകയാണ്. ഈ കേസ് സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഈ കേസിലെ പ്രതികൾ കേരളത്തിലെ ഏറ്റവും വലിയ കുംഭകോണമായിട്ടുള്ള കശുവണ്ടി ഇറക്കുമതി കുംഭകോണത്തിലെ പ്രതികളായിട്ടുള്ള R ചന്ദ്രശേഖരനും കൂട്ടുപ്രതികൾക്കും VD സതീശൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രി
പ്രോസിക്യൂഷൻ അനുവാദം നൽകുമോ ഇല്ലയോ, ഈ അഴിമതിക്കാരനെ വിചാരണയ്ക്ക് വിധേയനാക്കാൻ പിന്നെ വി ഡി സതീശൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രസക്തവും പ്രധാനമല്ലേ സുഹൃത്തുക്കളെ? ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ക്യാബിനറ്റിൽ പ്രോസിക്യൂഷൻ അനുവാദം സർക്കാർ കൊടുക്കണമെന്നുള്ള നിലയിൽ ശക്തമായി ഇപ്പോൾ കശുവണ്ടിയുടെയൊക്കെ ചുമതല വഹിക്കുന്ന ഷിബു ബേബി ജോൺ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല, തങ്ങളുടെ മന്ത്രാലയത്തിന് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനെ ലളിതമായി തള്ളിക്കൊണ്ട് അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് വി ഡി സതീശൻ അത് മാറ്റിവെച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം, വി ഡി സതീശൻ്റെ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം അവർ അഴിമതിക്കാർക്ക് അനുകൂലമാണോ അതോ അഴിമതിക്കാർക്ക് പിന്നെ എതിരാണോ എന്നുള്ള തീരുമാനം നാളെ വരാൻ പോവുകയാണ്. കോടതി അതിശക്തമായിട്ടുള്ള നിലപാടെടുത്താണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണം പ്രോസിക്യൂഷന് വിധേയമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള രേഖകളുണ്ട് എന്ന് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രതികളെ പ്രോസിക്യൂഷന് വിധേയമാക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വി ഡി സതീശൻ്റെ മുന്നിലുള്ള ചോദ്യം എന്താ? നാളെ അഴിമതിക്ക് അനുകൂലമാണോ ചന്ദ്രശേഖരനെ പോലുള്ള ഈ അഴിമതി കേസിലെ പ്രതികൾക്ക് അനുകൂലമാണോ വി ഡി സതീശൻ, അതോ വി ഡി സതീശൻ അഴിമതിക്കാർക്കെതിരാണോ? ഇത് നാളെ തീരുമാനിക്കപ്പെടാൻ പോവുകയാണ്. ഇത് ഞാൻ പറയാൻ കാര്യം എന്താ? വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണല്ലോ അദ്ദേഹം അധികാരത്തിലേക്ക് വന്നത്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയാൻ കാരണം എന്താ? അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ എതിർത്തു, അദ്ദേഹം സുകുമാരൻ നായരെ എതിർത്തു, അവരെല്ലാം എതിർത്തു. സാധാരണ രീതിയിൽ കോൺഗ്രസ് ഇവരൊന്നും എതിർക്കാറില്ല. കാരണം എന്താ? ഇവരൊക്കെ വോട്ട് ബാങ്കിൻ്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് ആ വോട്ട് ബാങ്കിനെ അവർ ശല്യം ചെയ്യാറില്ല. അവരെന്ത് വൃത്തികേട് കാണിച്ചാലും ആ വോട്ട് ബാങ്കിനെ പിന്നെ എതിരാകും എന്ന് കരുതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ നിലപാടുകൾ എടുക്കാതിരുന്നപ്പോൾ വോട്ട് ബാങ്ക് അല്ല പ്രശ്നം, ശരിയാണ് പ്രശ്നം, നിലപാടാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിലപാടുകളുടെ രാജകുമാരൻ എന്നുള്ള നിലയിൽ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും നിലപാടാണ് പ്രധാനമെന്നുള്ള വി ഡി സതീശൻ്റെ തീരുമാനത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വി ഡി സതീശന് പിന്നെ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകുകയും അതിൻ്റെയൊക്കെ ഭാഗമായി വി ഡി സതീശൻ അതിലൂടെയാണല്ലോ മുഖ്യമന്ത്രിയാവുകയും ചെയ്തത്. സ്വാഭാവികമായും ആ നിലപാടാണ് വി ഡി സതീശൻ തുടരുന്നതെങ്കിൽ ഈ കാര്യത്തിലും വി ഡി സതീശൻ നിലപാടുകളുടെ രാജകുമാരനാവണം. ഇപ്പോൾ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണം എന്താ? വി ഡി സതീശൻ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നയാൾ ആർ ചന്ദ്രശേഖരനാണെന്നും ആർ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗമായിട്ടുള്ള INTUC ആണെന്നും. കാരണം INTUCയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആർ ചന്ദ്രശേഖരൻ. INTUC പൂർണ്ണമായും ചന്ദ്രശേഖരൻ്റെ പിന്നെ നിയന്ത്രണത്തിലാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അവരുടെ ഒരു തൊഴിലാളി എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധീകരണത്തിൽ ചന്ദ്രശേഖരൻ 500 കോടിയുടെ അഴിമതി ക്ലബിൽ എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം INTUC പൂർണ്ണമായും ഈ അഴിമതിക്കാരനായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ അനുകൂലമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ആർ ചന്ദ്രശേഖരൻ്റെ INTUC വിഭാഗമാണ് ഈ വി ഡി സതീശന് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവരാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അഴിമതിക്കാരനായിട്ടുള്ള ആർ ചന്ദ്രശേഖരനെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒരു പ്രചരണം വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനമായി കേട്ടത് ഈ വരുന്ന 24-ാം തീയതി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ INTUCയുടെ എന്തോ ഒരു വലിയ പരിപാടി ആയിരക്കണക്കിന് പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ടെന്നും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വി ഡി സതീശൻ അമേരിക്കയിലേക്കുള്ള തൻ്റെ കന്യാത്ര പോലും റദ്ദാക്കി ഇവിടെ നിൽക്കുകയാണ് എന്നുമാണ് ആരോപണം. INTUCയിൽ നിന്ന് തന്നെ ഉയരുന്ന ആരോപണമാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. സുഹൃത്തുക്കളെ, എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. കേരളം കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ് ഈ കശുവണ്ടി ഇറക്കുമതി കുംഭകോണം. ഒട്ടേറെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച പിന്നെ അഴിമതി നടന്നൊന്ന് കണ്ടുപിടിച്ച ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ഇതിലെ പ്രതികൾ പിന്നെ വിചാരണ നേരിടണമെന്ന് പറഞ്ഞ കേസിൽ ആ പ്രതികളെ വിചാരണയ്ക്ക് വിധേയനാക്കാൻ നിലപാടുകളുടെ രാജകുമാരനായിട്ടുള്ള വി ഡി സതീശൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. തയ്യാറാകും എന്നാണ് ഞങ്ങളെപ്പോലെ ഈ സർക്കാർ വരാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ നിലപാടുകൾക്ക് അനുസൃതമായി ഈ ആർ ചന്ദ്രശേഖരനെ പിന്നെ വിചാരണയ്ക്ക് വിധേയനാക്കുന്ന തീരുമാനമാവണം വി ഡി സതീശൻ എടുക്കേണ്ടത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ നിലപാടുകളുടെ രാജകുമാരൻ എന്നുള്ള ആ ഒരു തൊപ്പി വി ഡി സതീശൻ ചേരുകയുള്ളൂ. വി ഡി സതീശൻ അതിനനുസൃതമായിട്ടുള്ള തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് ജനങ്ങളും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട്
നാളെ കോടതിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ ആർ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ പ്രതിയായിട്ടുള്ള ഈ കശുവണ്ടി അഴിമതി കേസിൽ ആർ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിചാരണയ്ക്ക് വിധേയമാക്കുമെന്നും പറഞ്ഞുകൊണ്ട് നാളെ കോടതിയിൽ പ്രോസിക്യൂഷൻ അനുമതി ഈ വി ഡി സതീശൻ സർക്കാർ നൽകും എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ വിശ്വസിക്കുന്നത്. അങ്ങനെ നൽകിയില്ലെങ്കിൽ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് അഴിമതിക്കാരുടെ പിടിയിലായിപ്പോയി എന്ന്, അഴിമതിക്കാർക്ക് അനുകൂലമായിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നേറുന്നതെന്ന് പൊതുജനങ്ങളും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും INTUCയുടെ അണികളും വിശ്വസിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.